നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് റിട്ടേൺ പോകാൻ വേണ്ടിയിട്ടെല്ലാം പാക്കപ്പ് ചെയ്തു. പിന്നെ നമ്മളെ കൂടെ എന്താ പറയുക, ഒരു പുതിയ മെമ്പർ ഉണ്ട് ഇപ്പം വണ്ടിയിൽ. നമ്മളെ നീരാളി വന്നിട്ടുണ്ട്. നീരാളി ഇങ്ങോട്ട് നോക്കടാ, നീരാളി. ഇതിൻ്റെ താഴെ കൂടെ പോവുകയാണ് നമ്മുടെ കാവേരി. ഓക്കെ, നോക്കിക്കേ. വൗ, നൈസ്. വെള്ളം ഒഴുകുന്നു, അതിലിങ്ങനെ കുറേ കല്ലുകള്. സമയം 8:45. അപ്പോൾ 8:45 ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഒരു 9 മണിക്ക് എഗെയിൻ ഇറങ്ങിയിട്ട് ജേണി. തമിഴ്നാട്ടിൽ വന്നാലല്ലേ ഏറ്റവും അടിപൊളി, ഞാൻ മിസ് ചെയ്യാത്തൊരു ഫുഡാണ് പൊങ്കൽ. അന്നെടുത്ത് ദൈവമോ, ഡോണ്ട് ടച്ച്. എനിക്ക് ടച്ച് ചെയ്യാൻ അറിയില്ല. എല്ലാം അപ്പുറത്തേക്ക് വീണ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും. ഹായ്, ഗുഡ് മോർണിംഗ്. 5:30 ഫ്രൈഡേ. നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് റിട്ടേൺ പോകാൻ വേണ്ടിയിട്ടെല്ലാം പാക്കപ്പ് ചെയ്തു. നമ്മളെ ഹോളിഡേ ഏകദേശം അവസാനിക്കാൻ പോവാണ്. നമ്മൾ ഇന്ന് ഏകദേശം ഉച്ചയോടെ നമ്മൾ ബാംഗ്ലൂരിലെത്തും. ഇപ്പം വേഗം വിട്ടിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂരിലെ ട്രാഫിക്ക് ബാംഗ്ലൂരിലെ ട്രാഫിക് അല്ല, കോയമ്പത്തൂരിലെ ട്രാഫിക്ക് തുടങ്ങുന്നതിന് മുന്നിലെ സിറ്റി കിടക്കണം. എന്നാൽ പിന്നെ ഹൈവേയിൽ എത്തിയാൽ പിന്നെ നമുക്ക് സുഖമായിട്ട് ഓടാം. അപ്പം ഓക്കെ, ഓൺ ദ വേയിൽ ഇനി അടുത്തത് കോയമ്പത്തൂർ ടു ബാംഗ്ലൂർ ട്രിപ്പാണ്. അതും ഗ്യാപ്പിൽ എന്താ പറയുക, വെരുമ്പുല വ്യൂ വേറെയാണ്, പൊമ്പുല വ്യൂ വേറെയാണ്. അതുകൊണ്ട് നല്ല വീഡിയോസ് മീൻസ് നല്ല സീനറി വരുമ്പം അതൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. കംപ്ലീറ്റ് ജേണി ഷെയർ ചെയ്ത് ബോറടിക്കേണ്ട. പക്ഷേങ്കിൽ നല്ല നല്ല സ്ഥലങ്ങളും വരുന്ന സമയത്തൊക്കെ നമുക്ക് വീഡിയോ എടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ തിരുപ്പൂരെത്തി. സമയം ഇപ്പം സമയത്തിനായിട എവിടെയും കാണുന്നുണ്ടോ? സമയം 7:05 ആയി അല്ലേ? 7:05 ആയി തിരുപ്പൂരെത്തി. നമ്മളിനി അടുത്ത് കുറച്ച് ഒരു 8-9 മണിയാകുമ്പോൾ ഏകദേശം ഒരു ഫുഡ് കഴിക്കാൻ സൈഡാക്കണം. വലിയ ട്രാഫിക് ജാം ഇല്ല ഇന്ന്. നമ്മൾ അന്ന് വന്നേരം വെക്കേഷൻ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഭയങ്കര ട്രാഫിക് ജാമാണ്. ഇന്ന് അങ്ങനെ ട്രാഫിക് ജാം ഇല്ല. നമ്മളൊരു ടോളിലെത്തി അല്ലേ. പിന്നെ വീഡിയോഗ്രാഫർക്കൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. വീഡിയോഗ്രാഫർ ഇന്ന് ഫുൾ ഉറക്കത്തിലായിരുന്നു. പിന്നെ വെക്കേഷൻ കഴിഞ്ഞ് തിരിഞ്ഞ് നാട്ടിലേക്ക് പോകുന്നതല്ലേ, അല്ല സോറി നാട്ടിലേക്ക്, നാട്ടിൽ തന്നെയാണ് നമ്മളെ ബാംഗ്ലൂരിലേക്ക് പോകുന്നതല്ലേ. അപ്പോൾ തിരിച്ചവിടെ എത്തി. അതുകൊണ്ട് അതിൻ്റെതായ ഒരു ഡെസ്പ് ഉണ്ടാവും. ഏടി ഒരു യാത്രക്ക് പോയിട്ട് തിരിച്ച് വരുമ്പം ഒരിതാണ്. പക്ഷേ നമുക്ക് തിരിച്ചാടി എത്തുമ്പം കുറച്ച് കാലം മാറിയിട്ട് തിരിച്ച് ഇലക്ട്രോണിക് സിറ്റി എത്തുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ചാർജിങ് ആണ്. അപ്പം ഇതും ഒരു ടോളാണ്. നമ്മളേതോ ടോൾ എത്ര 140 ഇല്ലേ? 140. ഓക്കെ, ടോള് കുറേ കൊടുത്തു. അവിടെ പോയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെന്നാലും വിചാരിച്ചു, പക്ഷേ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ നോക്കണം എത്രയായെന്ന്. പൈസ റീചാർജ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പണി കിട്ടിയോ? അത് യെസ്, ഓപ്പണായി, ഭാഗ്യം. അങ്ങനെ ഓരോ ടോളേയും ഇപ്പോൾ എത്ര പൈസ ഉണ്ടെന്ന് നോക്കിയില്ല. ഇനിയിപ്പോൾ നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്ന് നിർത്തുമ്പോൾ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. അതൊന്നും ചെക്ക് ചെയ്തിട്ടില്ല, എങ്ങനെ ഓടുകയല്ലേ. പിന്നെ നമ്മളെ കൂടെ എന്താ പറയുക, ഒരു പുതിയ മെമ്പർ ഉണ്ട് ഇപ്പം വണ്ടിയിൽ. നമ്മളെ നീരാളി വന്നിട്ടുണ്ട്. നീരാളി ഭയങ്കര സംഭവട്ടാ. നീരാളി നമ്മൾ ചില കാര്യങ്ങളിൽ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മളൊരു നോട്ടം നോക്കാനുണ്ട്. പിന്നെ ഇടയ്ക്കത് മോണിറ്റർ ചെയ്യും. റോഡിലേക്ക് പോകുന്ന സംഗതികളൊക്കെ ഇങ്ങനെ മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ കൂളാണ്, എല്ലാം ഓക്കെ ആണ് എന്നെല്ലാം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ തിരിഞ്ഞ് എന്നൊരു നോട്ടം നോക്കും. അത് കഴിഞ്ഞിട്ട് ദേവുവിനൊരു നോട്ടം നോക്കും. ഇപ്പം നോക്കുന്നില്ല, കണ്ട അതന്നെ വിചാരിക്കണം. നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് അതിനെ നോക്കി വെച്ചിട്ട് കാര്യമില്ല. നീരാളി ഇങ്ങോട്ട് നോക്കടാ. നീരാളി നോക്കുന്നില്ല. കമോൺ നീരാളി. ദേവ് വിളിക്കുന്ന. ദേവ് അങ്ങോട്ടൊന്നും നോക്കണ്ട, അതെല്ലാം ഓക്കെ അല്ലേ, ഒരു പ്രശ്നമില്ല.
സിഗ്നലൊന്നും അറിയില്ല. പിന്നെ എന്തിനാ നീ അങ്ങോട്ട് നോക്കുന്നത്? ഇത് AI നീരാളിയാണ് ശരിക്കും. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒന്നൊന്നര സംഭവം. അപ്പം നമ്മൾ പറയുന്ന പോലെ കേൾക്കും. കാരണം ഓക്കെ ഓക്കെ. എൻ്റെ കിച്ചു ഉറങ്ങുന്ന, കിച്ചു എണീറ്റിട്ടില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഇനി ഒന്നുമില്ല. അപ്പുറത്താണ് ഡിവൈഡർ, ഇപ്പുറമൊന്നുമില്ല. അതെ, അപ്പുറത്താണ് അല്ലേ, ഇപ്പുറത്തല്ല. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാണാം. അങ്ങനെ നമ്മൾ ഈ റോഡെല്ലാം കഴിഞ്ഞ് ഒരു 1 hour കൊണ്ട് സേലത്തെത്തും. ഞാനൊന്ന് വണ്ടി സൈഡാക്കിയതാണ്. അതിന് മുന്നിലെ ഒരിത് കണ്ട, നമ്മൾ പോകുമ്പോഴേ സേലെത്തുന്നതിന് മുന്നിലേ ഇല്ലേ ഒരു വലിയ പാലാണ്. ഇതിൻ്റെ താഴെ കൂടെ പോവുകയാണ് നമ്മുടെ കാവേരി നദിയാണിത്. അപ്പം ഞാൻ അന്നേരം ഇതിനുള്ള കവാട ഇതിന് മുകളിൽ കണ്ട സംഭവം പൊട്ടിപ്പോയതല്ല കേട്ടോ. ഞാൻ വിചാരിച്ചു പൊട്ടി. ഇത് അമ്പലത്തിൻ്റെ മീനാക്ഷി ക്ഷേത്രം പോലെ അശോക സ്തംഭമൊക്കെ ഉണ്ട്. താഴെ ഒരു സിംഹം ഇരിക്കുന്നുണ്ട്. അവിടെ ഒരു അശോക സ്തംഭം മുകളിലുണ്ട്. നല്ല രസമാണ്. അതിൽ അങ്ങനെ വരുമ്പം എടുക്കാൻ മിക്സായി. അതുകൊണ്ട് വണ്ടി സൈഡാക്കി. പിന്നെ എനക്കും പണ്ടും ഇതിലേക്കൂടെ പാഞ്ഞ് പോവുകയാണ്. നമ്മൾ നിർത്തി കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് നിർത്തിയിട്ടൊന്ന് കണ്ടാലോ എന്ന് തോന്നിയിട്ട് സൈഡാക്കിയത്. ഓക്കെ, നോക്കിക്കേ. വൗ, നൈസ്, അടിപൊളിയല്ലേ. അങ്ങ് അപ്പുറത്ത് എനിക്ക് തോന്നുന്നത് അത് റെയിൽവേ ആയിരിക്കും. കാവേരിയിൽ വെള്ളമുണ്ടല്ലോ. അങ്ങ് കാണുന്നുണ്ടോ? ദൂരെ ഒരു ചെറിയ ഇത് 1 way, അങ്ങോട്ടും ഇങ്ങോട്ടും 2 പാലാ. പിന്നെ അമ്പലം കാണുന്നുണ്ടോ? ഇതിൽ കാണാൻ ബുദ്ധിമുട്ടാ, അങ്ങനെ കാണൂല. എന്നാലും കണ്ട, ഒന്ന് സൂം ചെയ്ത് നോക്കാം. അതിന് സൂമിന് ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. എന്നാലും ഞാൻ സൂം ചെയ്താൽ അവിടെ ഒരാൾ മത്സ്യമൊക്കെ പിടിക്കുന്നുണ്ട്. നമ്മളെ തോണിയല്ല, ആ ചെറിയ ഇതുണ്ട്. ഒന്ന് സൂം ചെയ്ത് നോക്കട്ടെ. നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല. അല്ല, ഓക്കെ ഓക്കെ. കണ്ട കണ്ട നിഴൽ പോലെ കാണുന്ന മത്സ്യം പിടിക്കുന്ന ആടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഐഡിയ ഒരു അമ്പലമെല്ലാം ഉണ്ട്. നല്ല ക്യാമറയാണെങ്കിൽ നല്ല വ്യൂ കിട്ടുക. എൻ്റെ കയ്യിൽ അത്ര സൂമിങ് എല്ലാം വെറും ഔട്ടാ. ഓക്കെ, മോശമില്ല അല്ലേ? നല്ല രസമല്ലേ? അപ്പുറത്തെ പാലത്തിൻ്റെ കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഹൈവേ സൂപ്പർ അല്ലേ? ആ വണ്ടി പോകുന്ന ഒരു വ്യൂ ഉണ്ടേ. കണ്ട ഈ കല്ല് നല്ല രസമില്ലേ? വെള്ളം ഒഴുകുന്നു, അതിലിങ്ങനെ കുറെ കല്ലുകള്. ഞാൻ പണ്ട് ചെറിയ ചെറിയ കല്ലുകൾ അപ്പുറം കാണുമ്പോൾ വിചാരിക്കലുണ്ട് ഇത് നമുക്ക് എടുത്തുകൊണ്ട് അക്വേറിയത്തിലെല്ലാം ഇടാൻ പറ്റിയ മണിമണി പോലത്തെ കല്ലുകള്. ഈ വീടിൽ ഇറങ്ങാൻ പറ്റൂലല്ലോ, കച്ചറയൊക്കെ ഉണ്ടാവും ചിലപ്പം. എന്തായാലും ഇതാണ് കാവേരി നദി. ഇതിലേക്കൂടെ പാസ് ചെയ്യുന്നത് ശരിക്കും കാവേരിയാ. ഗൂഗിളിൽ കണ്ടതാണ്. അപ്പോൾ കാവേരിയാണെന്നാണ് പറയുന്നത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മള് നമ്മളെ കൃഷ്ണഗിരി സൈഡ്, നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ പല മലകളും എല്ലാം ഒരു സൈഡേ കണ്ടിട്ടുള്ളൂ. ഇവിടുന്ന് അതേപോലെ അങ്ങോട്ട് പോകുമ്പോൾ പണ്ടെല്ലാം പോകുമ്പോൾ നല്ല വ്യൂ ആണ്. ഇതിന്റെ സൈഡിലേക്കൂടെ നടക്കുമ്പോൾ തന്നെ വണ്ടി പോകുമ്പോണ്ടല്ലോ മാറി പോവാണ്. നമ്മൾ ഏകദേശം ഒരു 120 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് വരുന്നത്. ആ സ്പീഡ് നമുക്ക് വണ്ടിയിലിരിക്കുമ്പോൾ ഫീൽ ആവില്ല. പക്ഷേങ്കിൽ ഇറങ്ങി സൈഡ് നിൽക്കുമ്പോൾ അത് ഈ ഹൈവേയിൽ മറ്റേ വണ്ടികളൊക്കെ പോകുമ്പോഴാണ് മനസ്സിലാവുക, ദൈവമേ നമ്മൾ ഈ സ്പീഡിലല്ലേ ഓടിക്കൊണ്ടിരുന്നത്. നമുക്ക് വണ്ടിയിൽ ഇങ്ങനെ ഒരു കൺട്രോളും മുന്നിൽ വാഹനങ്ങളൊന്നും ഇല്ലാണ്ട് നിൽക്കുമ്പോൾ നമ്മൾ സ്പീഡിൽ ഇതാക്കി പോകും. പക്ഷേങ്കിൽ വണ്ടികളാ വർത്താനം പറഞ്ഞ് അറിയാവുന്ന സൈഡിലായിട്ടുണ്ടെങ്കിൽ പണിയായി. നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആവണം. ഈ വീഡിയോഗ്രാഫിയിൽ എടുക്കുന്നത് നല്ലയാ.
പക്ഷെങ്കിൽ പരിസരം മറന്ന് ഇതായ പണി കിട്ടും. വാവ് നൈസ് അല്ലേ, ഓടിപ്പത്തി. ഓക്കേ, നമുക്കങ്ങനെ നമ്മുടെ ജേണി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അത് നോക്കിയേ, റൈറ്റ് സൈഡിലെ ഒരു മല നോക്കിയേ, നല്ല ഇങ്ങനെ പെൻസിൽ കൊണ്ട് വരച്ച പോലെ ഇല്ലേ ആകാശത്തില്, എത്ര വലിയതാ നോക്കിക്കേ. ഇങ്ങനത്തെ കുറേ സീനിനി അങ്ങോട്ടേക്ക് കൃഷ്ണഗിരി അങ്ങ് എത്തുമ്പോഴേക്കിൽ നമുക്കിങ്ങനെ പല സംഭവം. പോകുമ്പം കണ്ടതാണ്, പോകുമ്പം വേറൊരു സൈഡാണ് കണ്ടിട്ടുണ്ടാവുക, വരുമ്പം വേറൊരു സൈഡാണ് കാണുക. വ്യൂസ് ആർ ഡിഫറെൻറ്റ്. അപ്പം നോക്കാം. സൈഡിലൊക്കെ ഇങ്ങനെ അടുത്ത് കാണുമ്പോൾ മലകളുടെ മണ്ണ് പോലെ ഉണ്ടല്ലേ, പാറയൊന്നും അല്ലേമോ, മണ്ണ് മൊത്തം മണ്ണ് കൊണ്ടുണ്ടാക്കിയ മലയാ. ചിലത് പാറ കൊണ്ടായിരിക്കും. അതെയാ, താഴെ ഇങ്ങനെ പച്ച ഇങ്ങനെ കയറി പോകാൻ നോക്കുന്നത്. ആ പച്ച കയറി പുതച്ചാൽ ഇപ്പോൾ ശരിക്കും ഒരു ഡ്രസ്സ് ഇട്ട പോലെ ഇല്ലേ അത്, താഴെ വെൽവെറ്റിൻ്റെ താഴെ അത് കയറി പോകണം. എന്നുവെച്ചാൽ തല മാത്രമേ ബാക്കി ഉണ്ടാകാൻ പാടുള്ളൂ. നല്ല രസമുണ്ട്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ പോകുമ്പം ഇതേപോലെ, അതെവിടെയായിരുന്നു നമ്മൾ കാണാറ്, നല്ല വ്യൂ അല്ലേ. നമ്മളെ ഷോലെ ഷൂട്ടിംഗ് എല്ലാം ചെയ്ത സ്ഥലമാണത്. എന്തായിരുന്നു അതിൻ്റെ പേര് മറന്നു ചിലപ്പോൾ. നൈസ് റോഡല്ല, മൈസൂർ റോഡും അല്ല, അതിനൊരു സ്ഥലമുണ്ട്, മറന്നുപോയിട്ടാ. അവിടെ ഇതേപോലെ നല്ല വ്യൂ ആ. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആനന്ദ ഭവൻ ഡിലൈറ്റ് പ്യുവർ വെജ് അവിടെ എത്തി. ഇപ്പം സമയം 8:45. അപ്പോൾ 8:45 ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഒരു 9 മണിക്ക് എഗെയിൻ ഇറങ്ങിയിട്ട് ജേണി കണ്ടിന്യൂ ചെയ്യണം. എന്നാലൊരു 11:45, ഒരു 12-12:30 നമുക്ക് ബാംഗ്ലൂരിൽ എത്താൻ പറ്റും. അതാണ് പരിപാടി. യെസ് മിസ്റ്റർ വീഡിയോഗ്രാഫർ, ഫീലിംഗ് സ്ലീപ്പി? റെസ്റ്റോറൻറ്റിൽ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്, വേണ്ട നമ്മളിങ്ങനെ ടെംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്ന് മേടിക്കണ്ടെങ്കിലും മേടിക്കാം. അതിലും ഒരു ബിസിനസ്സാണ്. നമ്മളെപ്പോഴും എന്ന് പറഞ്ഞാൽ ഹൈവേ ഡ്രൈവ് ഓർ റൈഡിൽ നമ്മൾ ഹോട്ടൽ പിടിക്കണ്ടെങ്കിൽ എന്താ പറയുക, നല്ലൊരു ഹോട്ടൽ പിടിക്കണ്ടെങ്കിൽ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, പാസ്സാവും, അത് മിസ്സാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ മിസ്സായി ശരിക്കും. കുറച്ച് മുന്നോട്ടായിട്ട് റിവേഴ്സ് അടിച്ചിട്ട് വരിക ചെയ്ത്, അത് എപ്പോഴുള്ളൊരു പരിപാടിയാണ്. അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാം, എന്നിട്ട് കാണാം. ഇവിടെ ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിനുള്ള ദേവോ നോ, യു ഷുഡ് നോട്ട് ടച്ച് ദാറ്റ്. അവിടെ വെക്ക്, അതൊന്നും എടുക്കാൻ പാടില്ല, എടുക്കാൻ പാടില്ല. അതന്നെ, വാങ്ങിച്ചാലേ എടുക്കാൻ പാടുള്ളൂ, വേണ്ടാണ്ട് നമ്മൾ എടുക്കാൻ പാടില്ല. എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, സൂപ്പർ സാധനമുണ്ട്, ഇതൊക്കെ അടിപൊളിയാണ്. എന്തൊക്കെയോ സാധനമുണ്ട്, നമുക്ക് നോക്കാം. ഫുഡ് കഴിച്ചിട്ട് കിച്ചു അവിടെ വെച്ച ഫുഡ്, ഒരുപാട് നല്ല വെറൈറ്റി ഐറ്റംസ് ഉണ്ട്, പല സ്ഥലത്തും കാണാത്ത ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നോക്കാം. ബാ ബാ ബാ. നോക്കാം, നമുക്ക് ഫുഡ് കഴിക്കാതെ. തമിഴ്നാട്ടിൽ വന്നാൽ ഇതാന്നൊരു സ്റ്റൈല്, നമുക്ക് വാഴ ഇലയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ചായാലും എല്ലാം. അതൊരു നല്ല സംഭവമാണ് കേട്ടോ. വാഴയിലിൽ തിന്നാനും വേറെ തന്നെ രസമാണ്. അതും ദോശയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ദോശ വന്നു, ഗീ റോസ്റ്റ്, കുത്തബ് മിനാർ ഗീ റോസ്റ്റ്. കിച്ചനെന്താ വന്നേ? പേപ്പർ ദോശ. ദേവുവിന് പേപ്പർ ദോശ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. തമിഴ്നാട്ടിൽ വന്നാൽ ഏറ്റവും അടിപൊളി, ഞാൻ മിസ് ചെയ്യാത്തൊരു ഫുഡാണ് പൊങ്കൽ. പൊങ്കൽ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ A2B കിട്ടും ബാംഗ്ലൂരിൽ, പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ അവരെ ഒരു ടേസ്റ്റ് അതൊരു വേറെ തന്നെയാണ്. ഇന്നലെ നമ്മൾ ഇഷയെന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇഷയെന്ന് മേടിച്ചത് ഒരുപാട് ക്വാണ്ടിറ്റി, ആകെ 30 റുപ്പീസേ ഉള്ളൂ, ഒരു പ്ലേറ്റ് നിറച്ച് പൊങ്കൽ. അതുകൊണ്ട് അടിപൊളിയായിട്ട് ഇന്നലെ കഴിച്ച്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കയറിയിട്ട് പൊങ്കൽ മിസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ലാസ്റ്റ്, ഇനിയിപ്പോൾ നേരെ ബാംഗ്ലൂർ എത്തില്ലേ, അതുകൊണ്ട് ഈ ട്രിപ്പിലെ അവസാന പൊങ്കൽ.
എന്താ ആ ടോയ്സ് കാണിക്കാം. കിച്ചൂര് ടോയ്സ് വേണം. കിച്ചു പോവാ എല്ലാം മേണിച്ചാ? അതൊന്നും ഇട്ട് പൊട്ടിക്കല്ല. ആ ഏത് പെപ്പാ പിഗ് ഉണ്ടല്ലോ, ഡ്രം കൂട്ടുന്ന പെപ്പാ പിഗ്. അന്ന് എടുത്ത് ദൈവം ഡോണ്ട് ടച്ച്. എനിക്ക് ടച്ച് ചെയ്യാൻ അറിയില്ല. എല്ലാം അപ്പുറത്തേക്ക് വീണ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും. ആ മുകളിൽ നിന്ന് താഴെ നിന്നിരിക്കും. അത് അവിടെ നിന്ന് ചെയ്യില്ല, നീ എല്ലാം വീഴും കേട്ടോ. എനിക്ക് ഒരു ചെയ്യുമ്പോൾ അത് ഒരു ഇത് അറിയുന്നില്ല. നൈസ്, അതൊക്കെ അടിപൊളി സാധനമാണ്. അതും അതേപോലെ മുകളിൽ നിന്ന് വണ്ടി താഴത്തോളം വരും അല്ലേ? ആ ഇത് അടിപൊളി സാധനമാണ്. ഇങ്ങനത്തെ കുറേ ടെക്നിക്കലി ആയിട്ടുള്ള ഓരോ സംഭവങ്ങളാണ് ഇവിടെ ഇല്ല. ഭയങ്കര സംഭവം തന്നെ, അടിപൊളി. ആ നൈസ് നൈസ്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചു, എല്ലാവരും തിരിക്കാൻ പോകണം. അതിനിടയ്ക്ക് കുറച്ച് ലേറ്റായി ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ സമയം 10:30 10:30 ആവാനായി. കുറച്ച് ലേറ്റായി പോയി. എനിക്ക് കുറച്ച് ഓഫീസ് വർക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് കുറച്ച് ലേറ്റായി. ഇത് കണ്ട ഈ കാര്യം പറഞ്ഞേ, നമ്മൾ അങ്ങേ ഈ ബോർഡ് കണ്ടില്ലേ? ഈ ബോർഡ് നോക്കി ഞങ്ങൾ പെട്ടെന്ന് നോക്കിയാൽ എന്ത് തോന്നുന്നുണ്ട്? A2B അല്ലേ? ഓരോ ബിസിനസ്സിലേക്ക് പെട്ടെന്ന് ആൾക്കാർ നോക്കുമ്പോൾ A2B എന്ന് വിചാരിച്ചിട്ട് അടിച്ച് സൈഡാക്കി അങ്ങ് കയറ്റും. പിന്നെ അറിയില്ല, ഓ ആനന്ദ ഭവൻ ഡിലൈറ്റ് ABD അതാണ് എഴുതിയിരിക്കുന്നത്. കണ്ട ABD അങ്ങനെയാണ്. നമ്മൾ ആദ്യം A2B എന്ന് തന്നെ വിചാരിച്ചേ. അവരതേ പാറ്റേൺ ആണ് എടുത്തിട്ട് ഓരോ ബിസിനസ് കയറിയ ആൾ പിന്നെ തിരിക്കില്ലല്ലോ. ഇനി ഏതായാലും ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിക്കും. പക്ഷെ മോശമില്ല കേട്ടോ. ഫുഡൊക്കെ A2Bയിലെ പോലെ അടിപൊളി ഫുഡായിരുന്നു, സൂപ്പർ ഫുഡായിരുന്നു. അങ്ങനെ നമ്മൾ യാത്ര തുടരുന്നു. ഓക്കെ, മാറുന്നു. നമുക്ക് അടുത്തേൽ ചിപ്സ് മേടിക്കടാ. ആ നീരാളി, ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മളെ പുതിയ നീരാളി.